നമസ്തേ. സൂത്രം 29 ഓംകാര ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു. ഓംകാര ധ്യാനം ഈശ്വര പ്രണിധാന സഹിതം ഓംകാര ധ്യാനം ചെയ്താൽ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവും. അതോടൊപ്പം അന്തരായ അഭാവശ്ച യോഗവിഘ്നങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും എന്ന് പറയും. ആ യോഗവിഘ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് സൂത്രം 30 വിശദീകരിക്കുന്നത്. വ്യാധിസ്ഥാന സംശയ പ്രമാദാലസ്യ വിരതി ഭ്രാന്തി ദർശന അലബ്ധഭൂമികത്വാൻ അനവസ്ഥിതത്വാനി ചിത്തവിക്ഷേപാസ്തേ അന്തരായ. അതാണ് സൂത്രം. വ്യാധി, സ്ഥാന, സംശയം, പ്രമാദം, ആലസ്യം, അവിരതി, ഭ്രാന്തി ദർശനം, അലബ്ധഭൂമികത്വം, അനവസ്ഥിതത്വം. ഇതാണ് 9 യോഗവിഘ്നങ്ങൾ. അവ ചിത്തവിക്ഷേപ, ചിത്തത്തിൻ്റെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തുന്ന അന്തരായ വിഘ്നങ്ങളാണ്, യോഗത്തിൻ്റെ വിഘ്നങ്ങളാണ് എന്ന് പറയുന്നു. അവ ഓരോന്നും നോക്കാം. വ്യാധി, വാദം, പിത്തം, കഫം തുടങ്ങിയ ധാതുക്കളുടെ വിഷമതയിൽ ശരീരത്തിനുണ്ടാകുന്ന രോഗത്തെയാണ് വ്യാധി എന്ന് പറയാം. യോഗാഭ്യാസം കൊണ്ട് ഈ വാദപിത്ത കഫത്തെ സമസ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തത് ധ്യാനം, മന്ദത എന്നാണ് അർത്ഥം. ചെയ്താൽ നല്ലതാണ് എന്ന് തോന്നുമെങ്കിലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ധ്യാനം എന്ന് പറയാം. 3 സംശയം, ഒന്ന് ചെയ്യുമ്പോൾ അതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ഉണ്ടാകുന്ന മാനസികാവസ്ഥ, അതിനെയാണ് സംശയം എന്ന് പറയാം. 4 പ്രമാദം, സമാധി ലാഭത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥയാണ് പ്രമാദം എന്ന് പറയാം. ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നതായിട്ട് ആൾക്കാർക്ക് തോന്നുകയൊക്കെ ചെയ്യും, പക്ഷെ ഒരു ആത്മാർത്ഥമായ പ്രവർത്തനം ചെയ്യാതിരിക്കുന്നതാണ് പ്രമാദം എന്ന് പറയുന്നത്. അടുത്തത് ആലസ്യം, കായചിത്തസ്യച്ച ഗുരുത്വാദപ്രവർത്തി എന്നാണ് വ്യാസൻ അതിന് നൽകുന്ന വ്യാഖ്യാനം. കായചിത്തസ്യ, കായത്തിനും ശരീരത്തിനും മനസ്സിനും ഭാരം അനുഭവപ്പെടുന്നത് കൊണ്ട് ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ, അതിനെയാണ് ആലസ്യം എന്ന് പറയുന്നത്. അടുത്തത് അവിരതി, രൂപരസഗന്ധാദി വിഷയങ്ങളിൽ ആസക്തി ഉണ്ടായി യോഗാനുഷ്ഠാനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നതിനെയാണ് അവിരതി എന്ന് പറയാം. വിഷയങ്ങളിൽ വ്യാപരിക്കുക, വിഷയസുഖത്തിന് പിന്നാലെ പോവുക. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് യോഗയിലേക്ക് തിരിച്ചു വരൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനെയാണ് അവിരതി എന്ന് പറയാം. അടുത്തത് അലബ്ധഭൂമികത്വം, സമാധി ഭൂമികകളിൽ വ്യാസൻ പറയുന്നത് അലബ്ധഭൂമികത്വം സമാധി ഭൂമേർ അലാഭ എന്നാണ്. സമാധി ഭൂമികകളിൽ മധുമതി, മധുപ്രതീക, വിശോക, സംസ്കാരശേഷം എന്നീ സമാധി അവസ്ഥകളിലേക്ക് പ്രവേശിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ് അലബ്ധഭൂമികത്വം എന്ന് പറയാം. അനവസ്ഥിതത്വം, നേരത്തെ പറഞ്ഞ മധുമതി തുടങ്ങിയ ഭൂമികകളിൽ എത്തിച്ചേർന്നാലും അതിൽ തുടരാൻ പറ്റാത്ത അവസ്ഥ, സമാധി അവസ്ഥയിൽ തന്നെ തുടരണം, അതിൽ തുടരാൻ പറ്റാത്ത അവസ്ഥ, അതിനെയാണ് അനവസ്ഥിതത്വം എന്ന് പറയാം. അപ്പം സമാധി ഭൂമികയിൽ എത്തുന്നത് വരെ യോഗാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സമാധി ഭൂമികളിൽ എത്തിക്കഴിഞ്ഞാലും അതിൽ തുടരേണ്ടതുണ്ട്. അതിൽ തുടർന്ന് അതിൽ തന്നെ നിൽക്കുന്നത് വരെ ചിത്തം അശാന്തമായിരിക്കും. അതിലെത്തിക്കഴിഞ്ഞാലാണ് ചിത്തം ശാന്തമാവുക. അപ്പോൾ അത്ര വരെ നമ്മൾ യോഗാനുഷ്ഠാനങ്ങൾ തുടരണം എന്നർത്ഥം. ഈ 9 യോഗവിഘ്നങ്ങളെയാണ് യോഗാന്തരായം എന്ന് പറയുന്നത്. യോഗമലം, യോഗപ്രതിപക്ഷം എന്നിങ്ങനെയും ഇതിനെ അറിയപ്പെടും. ഈ യോഗവിഘ്നങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നുണ്ടാവും. ഉദാഹരണത്തിന് ആലസ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആലസ്യം നമ്മളെ പ്രമാദത്തിലേക്ക് നയിക്കും, ആത്മാർത്ഥമായി പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കും.
ഈ പ്രമാദത്തിലേക്ക് എത്തിയാൽ പിന്നെ അനവസ്ഥിതത്വത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ അവിരതി, വിഷയങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഭ്രാന്തി ദർശനം ഉണ്ടാവും. ഈ തെറ്റായി യോഗ നിയമങ്ങളെ, യോഗാനുഷ്ഠാനങ്ങളെയൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. ഇങ്ങനെ ഓരോന്നും മറ്റൊന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇത് യോഗാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നതെങ്കിലും നിത്യജീവിതത്തിലെ ഏത് ഉദ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാലും, പുതുതായി ആരംഭിക്കുന്ന ഏത് പ്രോജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ മാനസികമായ ഇത്തരം വെല്ലുവിളികളുണ്ടാവും. അത് യോഗയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ പറയുന്നതെങ്കിലും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ വെല്ലുവിളികളെ നമ്മൾ അതാത് സന്ദർഭങ്ങളിൽ തിരിച്ചറിയുകയും അതിനെ ജയിക്കുകയും വേണം. അപ്പോൾ തീർച്ചയായും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. മോഡേൺ സൈക്കോളജിയിൽ പറയുന്ന പ്രൊക്രാസ്റ്റിനേഷൻ, സെൽഫ് ഡൗട്ട്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ തുടങ്ങിയ കോമൺ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് അതുതന്നെയാണ് ഇവിടെ യോഗമലങ്ങളായി കുറേ കൂടി സൂക്ഷ്മതലത്തിൽ പതഞ്ജലി മഹർഷി പറഞ്ഞു വെക്കുന്നത്. ഇവ കൂടാതെ ദുഃഖം, ദൗർമനസ്യം, അംഗമേജയത്വം, ശ്വാസം, പ്രശ്വാസം എന്നിങ്ങനെ 5 തടസ്സങ്ങൾ വേറെയുമുണ്ട്. അവ അടുത്ത സൂത്രത്തിൽ വിശദീകരിക്കാം. നമസ്തേ.